ഏതാണ്? സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? ഹലോ. ഓക്കെ ഓക്കെ. ഓക്കെ റൈറ്റ്, സ്റ്റാർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ബോർഡ് കാണുന്നുണ്ടോ? അതുപോലെ പറയുന്നത് വ്യക്തമായി കേൾക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യണേ. ഞാൻ ബോർഡിലിപ്പം മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് എന്ന് എഴുതിയേക്കുന്ന ആ വാക്കുകൾ കാണുന്നുണ്ടോ? അതുപോലെ തന്നെ പറയുന്നത് വ്യക്തമായി കേൾക്കുന്നുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ എസ്വർണോ ഇട്ടേക്കണം, ഞാൻ ചെക്ക് ചെയ്യാം. ആരതി ഓക്കെ, അർച്ചന ഓക്കെ, ഭവി ഓക്കെ, റൈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കാം, നിലവിൽ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് സിലബസ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ആ സിലബസിനകത്ത് പരിശോധിക്കുമ്പോൾ സയൻസ് ആൻഡ് ടെക്കിനെ 5 മാർക്കോളം കാണാൻ കഴിയും അല്ലേ? 5 മാർക്ക് സയൻസ് ആൻഡ് ടെക്കിനെ കാണാൻ കഴിയും. ആ 5 മാർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൊഡ്യൂൾ 1. നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കാണാൻ പറ്റും. മൊഡ്യൂൾ 1 നമ്മളിങ്ങനെ താഴോട്ട് പരിശോധിക്കുക. അപ്പം ഒരു 4 മൊഡ്യൂളായിട്ടാണ് സിലബസ് കൊടുത്തേക്കുന്നത്. 4 മൊഡ്യൂള് പ്ലസ് കറണ്ട് അഫെയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സിലബസ് കണ്ടു കാണണം. 4 മൊഡ്യൂൾ വിത്ത് കറണ്ട് അഫെയർ എന്നാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ആദ്യ മൊഡ്യൂളിൽ ലാസ്റ്റ് ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷന്റെ ഹെഡിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇന്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ ആൻഡ് ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്. അതായത് ഇന്ത്യയിൽ സയൻസ് ആൻഡ് ടെക്നോളജി പ്രൊമോട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇറക്കി, അവയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത്, ഇനി അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയറും കൂടെ, എന്നാൽ മാത്രമേ കറണ്ട് അഫെയറും കൂടെ എടുത്താലേ സെഷൻസ് നമുക്ക് പൂർണ്ണമാവത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിനെ കുറിച്ച് ആദ്യം നമുക്ക് 2 വാക്കുകൾ നോക്കിയിട്ട് മുന്നോട്ട് പോകാം. ഇതിനിടയ്ക്ക് ഏതെങ്കിലും പറയുന്ന ഒരു പോർഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പമോ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ബോക്സ് നോക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കൂ, ഇതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മിനിസ്ട്രി ഓഫ് സയൻസ് ആണ്. നിങ്ങൾ ഇതുവരെ LD എക്സാമിന് അല്ലെങ്കിൽ മറ്റുള്ള LDCക്ക് ഒന്നും പഠിക്കാത്തൊരു ടോപ്പിക്കാണ്. ഒരു പുതിയ ടോപ്പിക്കാണ് ഇത്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ സിവിൽ സർവീസ്, നമ്മുടെ KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നാണ് ടോപ്പിക്കിനെ എടുത്തിരിക്കുന്നത്. 2019 KSന്റെ സിലബസ് നോക്കിയാൽ അറിയാം. ആ ഒരു സിലബസിൽ നിന്ന് ഡിഗ്രിയിലേക്ക് പകർന്നു മാറ്റിയ, കട്ട് ചെയ്ത് മാറ്റിയ ഒരു പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്കിന്റെ ടോപ്പിക്കാണിത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് LDCയിലോ അല്ലെങ്കിൽ പോലീസ് കോൺസ്റ്റബിളിലോ ഒന്നും ഈ സിലബസിനെ കാണാൻ കഴിയില്ല. ഡിഗ്രി പ്രിലിംസിലും KSലും മാത്രമേ ഇത് കാണാൻ കഴിയൂ. ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സയൻസ് ആൻഡ് ടെക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് എന്നൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റഡ് ഇൻ 1971, 1971. 1971 ഒരു സയൻസ് ആൻഡ് ടെക്കിനെ പ്രൊമോട്ട് ചെയ്യാനെ കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമയം, നമുക്കറിയാം 71 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം അല്ലേ? 1966 മുതൽ 1977 വരെയുള്ള
11 വർഷ കാലഘട്ടം ഇന്ത്യ ഭരിച്ചത് ആരാ? ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രൈം മിനിസ്റ്റർ. ആ 1971 ഇന്ത്യയിലെ സയൻസ് ആൻഡ് ടെക്കിനെ പ്രൊമോട്ട് ചെയ്യാനും ഇന്ത്യയിലെ സയൻസ് ആൻഡ് ടെക്കിനെ മുന്നോട്ട് കൊണ്ടുവരാനും ഒരു മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് രൂപീകരിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് രൂപീകരിക്കുന്ന ഏത് പ്രൈം മിനിസ്റ്റർഷിപ്പിലാണ്? ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിൽ. രണ്ട്, ഈ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് നിലവിൽ 1971 മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് നിലവിൽ വരുന്നത്. ഈ 2 പോയിന്റ് ആദ്യം മനസ്സിലാക്കുക. ഇനി വീണ്ടും അവിടുന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു കറണ്ട് അഫെയർ പോയിന്റ്. നിലവിൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന്റെ ഹെഡ് ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ്. ജിതേന്ദ്ര സിംഗ്, ഹി വാസ് ദി 18th മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്. അതായത് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രിയുടെ 18ാമത്തെ മിനിസ്റ്റർ ആണ് ആര്? ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന പേഴ്സണാലിറ്റി. 3 പോയിന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിനെ രൂപീകരിക്കുന്ന വർഷം 1971. രണ്ടാമത്തെ പോയിന്റ്, അവരുടെ ടാർഗറ്റ് എന്താണ്? ഇന്ത്യയിലെ സയൻസ് ആൻഡ് ടെക്നോളജി പുരോഗതി കൊണ്ടുവരിക. ഒരു സെൽഫ് റിലയൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പൂർണ്ണമായിട്ടും ഒരു സെൽഫ് റിലയൻസ് കൊണ്ടുവരിക. എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം എന്താ? സെൽഫ് റിലയൻസ് എന്ന വാക്കിന്റെ അർത്ഥം സ്വയം പര്യാപ്തത. ഒന്ന്, സയൻസ് ആൻഡ് ടെക്കിൽ സ്വയം പര്യാപ്തത കൊണ്ടുവരിക. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സയൻസ് ആൻഡ് ടെക്കിൽ പരമാവധി പുരോഗതി കൊണ്ടുവരിക. ഇങ്ങനെ 2 ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് 1971 ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിൽ സയൻസ് ആൻഡ് ടെക്കിനെ രൂപീകരിക്കുന്നു. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിനെ രൂപീകരിക്കുന്നു. നിലവിൽ 18ാമത്തെ മിനിസ്റ്ററാണ് ജിതേന്ദ്ര സിംഗ് റാണയാണ് നിലവിൽ സയൻസ് ആൻഡ് ടെക്കിന്റെ മിനിസ്റ്ററായി ഉള്ളത്. ഇന്ത്യയിലെ 18ാമത്തെ സയൻസ് ആൻഡ് ടെക്കിൽ മിനിസ്റ്റർ ആവുന്ന 18ാമത്തെ പേഴ്സണാലിറ്റിയാണ് ആര്? ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്നത്. NDA സർക്കാരാണ്. ഇനി അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാക്കുക, നിലവിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിൽ 5 ഡിപ്പാർട്ട്മെന്റുകളായി തിരിച്ചിട്ടുണ്ട്. ഫോർ ദി പർപ്പസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഈസി. അഡ്മിനിസ്ട്രേറ്റീവിന്റെ എളുപ്പത്തിന് വേണ്ടിയും ഭരണത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയും ഭരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയും ഈ സയൻസ് ആൻഡ് ടെക് മിനിസ്ട്രീനെ 5 ഡിപ്പാർട്ട്മെന്റുകളായി തിരിച്ചിട്ടുണ്ട്. ആദ്യം പഠിക്കേണ്ടത് നോക്കൂ. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാ? ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തെ ആരാ? അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത്തെ ആരാ? സയൻസ് ആൻഡ് ടെക്നോളജി. അങ്ങനെ ഒരു പേരിലുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കുന്ന മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിൽ വരുന്ന 5 ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് മിനിസ്ട്രിയുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. എന്താ അതിന്റെ പേര്? സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് സിമിലാരിറ്റി ഉണ്ട്. നാലാമത്തെ പോയിന്റ് നോക്കി. നാലാമത്തെ ഡിപ്പാർട്ട്മെന്റ് പേരെന്താണ്? സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. പഠിക്കും നമ്മൾ അവരെ പറ്റി. അഞ്ചാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്? സ്പേസ് ഡിപ്പാർട്ട്മെന്റ്. ആ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് നമുക്കറിയാം ISRO ഒക്കെ ഇല്ലേ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വരുന്നത് അതിന്റെ കീഴിലാണ്. ക്ലിയർ? അതായത് ISRO നിലവിൽ സ്ഥിതി ചെയ്യുന്നത് സ്പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. സ്പേസ് ഡിപ്പാർട്ട്മെന്റ് നിലവിൽ ആരുടെ കീഴില? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴില. അപ്പം മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിൽ നിലവിൽ 5 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തെ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. 3 സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. നാലാമത്തെ ഡിപ്പാർട്ട്മെന്റ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ്. അഞ്ചാമത്തത് സ്പേസ് ഡിപ്പാർട്ട്മെന്റ്. ആ സ്പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് നമ്മൾ ഈ ISRO പോലുള്ള ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. നമുക്ക് മൊഡ്യൂൾ 2 പഠിക്കാനുണ്ട്. ഓൾറെഡി നമ്മൾ സിലബസിൻ്റെ ഒരു 4 മൊഡ്യൂൾ ഉണ്ട്. അതിൽ നിങ്ങൾ മൊഡ്യൂൾ 2 കണ്ടു കാണും. എന്താ മൊഡ്യൂൾ 2 എന്ന സിലബസിൽ പറയുന്നത്? ISROനെ കുറിച്ചും DRDOനെ കുറിച്ചും പഠിക്കാനാണ്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനെ കുറിച്ചും ISROനെ കുറിച്ചും മൊഡ്യൂൾ 2 പഠിക്കാനുണ്ട്. ഓൾറെഡി നമുക്കിത് പഠിക്കാനുണ്ട്, ഇവിടെയും പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോ ഇനി ഇത്രയും നേരം പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതു വർഷമാണ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയർ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് ഇസ് ക്രിയേറ്റഡ്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തു. കൃത്യമായി പറയാം, 1971 എന്ന് കൃത്യമായി പറയാൻ കഴിയും. ഒന്നാമത്തെ പോയിന്റ് അത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് 2 ഫോർമാറ്റിൽ ചോദിക്കാം. ഒന്നുകിൽ ഒരു OMR, ഒരു 1 വേർഡ് ഫോർമാറ്റിൽ ചോദിക്കാം. ഏത് വർഷമാണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിനെ രൂപീകരിച്ചിരിക്കുന്നത്? 1971. അല്ലെങ്കിൽ ചോദിക്കാം, ഏത് പ്രൈം മിനിസ്റ്ററിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് നിലവിൽ വന്നിരിക്കുന്നത്? ഇന്ദിരാഗാന്ധി. ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, നിലവിൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന്റെ മിനിസ്റ്റർ ആര്? ജിതേന്ദ്ര സിംഗ് റാണ. ഇതൊന്നുമല്ല, ഇത് ഒന്നെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ആയി ചോദിക്കാം, അതല്ലെങ്കിൽ ഇത് 3ഉം കൂടെ ചേർത്ത് അവർക്ക് പ്രസ്താവനയാക്കാം. ഒരു പ്രസ്താവന ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്മെന്റ് ആർ ട്രൂ അബൌട്ട് സയൻസ് ആൻഡ് ടെക്നോളജി? താഴെ കൊടുത്തിരിക്കുന്നവയിൽ സയൻസ് ആൻഡ് ടെക്നോളജിയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത്? നോക്ക്. ഒന്നാമത്തെ പ്രസ്താവന ഇതായിരിക്കും. സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചിരിക്കുന്നത് 1975-ലാണ്.
രണ്ടാമത്തെ പ്രസ്ഥാനം ഇതാണ്. നിലവിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് ആണ്. അപ്പോൾ അത് രണ്ടാമത്തെ പ്രസ്താവനയായിട്ട് പറയാം. മൂന്നാമത്തെ പ്രസ്താവനയായിട്ട് നമുക്ക് പറയാനുള്ളത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കീഴിൽ നിലവിൽ 5 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നിലവിൽ 5 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നാലാമത്തെ പ്രസ്താവന പറയാം, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് രൂപീകരിച്ചു, അത് പറഞ്ഞല്ലോ. നാലാമത്തെ പ്രസ്താവന പറയാം, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഞാൻ 4 പ്രസ്താവന കൊടുക്കാം. ഒന്ന് 1975 മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് രൂപീകരിച്ചിരിക്കുന്ന ആദ്യ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് എന്താ? മൂന്നാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് എന്താ? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിൽ 5 ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. നാലാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് രൂപീകരിക്കുന്നത് നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ്. 4 പ്രസ്താവന കൊടുത്തിട്ട് അതിൽ ശരിയോ തെറ്റോ കണ്ടുപിടിക്കാൻ പറയാം. എന്നാ നമുക്ക് ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് 4 ഓപ്ഷൻ കൃത്യമായിട്ട് അവിടെ പ്ലേസ് ചെയ്യാം. നോക്കിയേ, 4 ഓപ്ഷൻ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാം. 4 ഓപ്ഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആൻസർ കൂടെ ടൈപ്പ് ചെയ്ത് വിട്ടിരുന്നാൽ മതി. ശരിയാണ് ചോദിച്ചേക്കുന്നത് 1, 2, 3, 4. അതല്ലെങ്കിൽ പറയാം 1, 2, 3. അതും അല്ലെങ്കിൽ നമുക്ക് പിന്നെ പറയാവുന്നത് 2, 2 and 3. അതും അല്ലെങ്കിൽ പിന്നെ പറയാം 1 and 4. ഏതാണ് ആൻസർ? ചാറ്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്ത് വിട്ടേ. ഇതൊരു പ്രസ്താവന ചോദ്യത്തിന്റെ ഫോർമാറ്റ് ആണ് കേട്ടോ. ഏത് വേണോ ആൻസർ? പ്രസ്താവന ചോദ്യങ്ങളുടെ ഫോർമാറ്റ് ആണ്. ചാറ്റ് ബോക്സിൽ എ വേണോ, ബി വേണോ, സി വേണോ? ABCD ഏത് വേണം? ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിനെ രൂപീകരിച്ച് 1975. രണ്ടാമത്തെ പ്രസ്താവന നിലവിലെ അതിന്റെ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് റാണയാണെന്ന് പറയുന്നു. മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു 5 ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ഉണ്ട് എന്ന് പറയുന്നു. നാലാമത്തെ പ്രസ്താവന നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ് രൂപീകരിച്ചു എന്ന് പറയുന്നത്. ഏത് വേണോ ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ. കണ്ടായിരുന്നു? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ 1 വേർഡ് ചോദ്യമായിട്ട് ചുമ്മാ സിമ്പിളി ചോദിച്ചു വിടാം. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന 1 വേർഡ് പോയിന്റ് ഒക്കെ ചേർത്ത് വെച്ചിട്ട് അവർക്കൊരു പ്രസ്താവന ചോദ്യം വെക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. 2 ഫോർമാറ്റിലും പഠിച്ചു പോവുക. ഏത് ഫോർമാറ്റിൽ പഠിക്കണമെങ്കിലും പോയിന്റ് അറിഞ്ഞേ പറ്റൂ. 71 മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് രൂപീകരിച്ചതെന്നും നിലവിൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിൽ 5 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്നും രൂപീകരിച്ച 71 അതുപോലെ തന്നെ നമ്മുടെ രൂപീകരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു അതിന്റെ ഹെഡ് എന്നും കൃത്യമായിട്ട് അറിയിക്കുക. ക്ലിയർ അല്ലേ? അവിടം വരെ ഓക്കെ ആണോ? മുന്നോട്ട് പോകാമല്ലോ. ഇനി ആദ്യം പഠിക്കേണ്ടത് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് പഠിക്കണം. നോക്കുക. അപ്പൊ നോക്കാം, ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ശ്രദ്ധിക്കാം. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് രൂപീകരിച്ചപ്പോഴാ 1971 പറഞ്ഞു. എന്നാൽ അതിന് കീഴിൽ വരുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. ക്ലിയർ അല്ലേ? ഈ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്ന വർഷം എപ്പോഴാണ്? 1986. അപ്പൊ ഞാൻ അങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ചാറ്റ് ബോക്സിൽ ഇങ്ങോട്ടൊരു ആൻസറിനെ ടൈപ്പ് ചെയ്ത് വിടുക. ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഈ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? അറിയാം, കുഴപ്പമില്ല. രാജീവ് ഗാന്ധി അല്ലേ? നിങ്ങൾ ഓൾറെഡി എക്കണോമിക്സിൽ പഞ്ചവത്സര പദ്ധതി പഠിച്ചു കാണും. അവിടെ കവർ ചെയ്ത് പോകുന്നൊരു ടോപ്പിക്കാണ്. ഇന്ത്യയിൽ ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെന്റിന് ശ്രമിച്ചൊരു പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ATM ഒക്കെ വരുന്നത് അല്ലേ? അപ്പൊ എനിവേ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1986 തിരിയരുത്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് രൂപീകരിക്കുന്ന 1971 അതുപോലെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്ന 1986 ക്ലിയർ ആണേ? ശരി, വീണ്ടും മുന്നോട്ട്. എങ്ങനെ ആലോചിച്ചേ? ഇവിടെ നോക്കുക, കുറച്ച് 1 വേർഡ് പോയിന്റ് ആണ്. അവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്ന് പരിചയപ്പെടുക. നിലവിൽ ഇന്ത്യയിലെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി. നമ്മൾ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫെയറിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ആണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിലവിൽ ഡൽഹിയാണ്. ഇത് രൂപീകരിച്ചിരിക്കുന്ന വർഷം 1981. ബോർഡിൽ എല്ലാ പോയിന്റും കാണുന്നുണ്ടോ? കാരണം കുറേ പോയിന്റ് ഇങ്ങനെ അറ്റത്തേക്ക് കയറി ഇരിക്കുകയാണ്. എല്ലാ പോയിന്റും കാണുന്നുണ്ടോ? ബോർഡിൽ എല്ലാ പോയിന്റും കാണുന്നുണ്ടോ? 1981 വരെ കാണുന്നുണ്ടല്ലോ അല്ലേ? ശരി, അപ്പോൾ ഓക്കെ. നോക്കൂ, അപ്പൊ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ന്യൂഡൽഹിയിലാണ് അതിന്റെ ആസ്ഥാനം. 1981 രൂപീകരിക്കുന്നു. വർഷം കൃത്യമായിട്ട് നോക്കുക. ക്വസ്റ്റിന്റെ ഫോർമാറ്റ് പറയാം. 4 പോയിന്റ് പറഞ്ഞിട്ട് പറയാം. രണ്ടാമത്തെ ഓർഗനൈസേഷൻ ആരാണ്? ആരുടെ കീഴിൽ വരുന്നതാണ്?
മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിൽ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന രണ്ടാമത്തെ ഓർഗനൈസേഷൻ നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസ്. സെല്ലുകളുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യാൻ ഒരു സെൽ സയൻസ് ഉണ്ട്. പൂനെയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിരിക്കുന്നത്. 1986 തന്നെ രൂപീകരിക്കുന്ന ഓർഗനൈസേഷൻ. ക്ലിയർ അല്ലേ? നോക്കൂ, മൂന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആണ്. ഭുവനേശ്വർ ആണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വന്നിരിക്കുന്നത്. 1989 രൂപീകരിച്ചിരിക്കുന്ന ഓർഗനൈസേഷൻ. ക്ലിയർ. നാലാമത്തെ ഓർഗനൈസേഷൻ ടിക്ക് ചെയ്യാം. കേരള PSCന്റെ PQ ആണത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. 1990 രൂപീകരിച്ചു. കേരള PSCയിൽ LDന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിന്റെ ആസ്ഥാനം. അതല്ല എന്നുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിന്റെ രൂപീകരിച്ചിരിക്കുന്ന വർഷം 1990. ക്ലിയർ. ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ഡൽഹി 981, 2 നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസ് പൂനെ 986, 3 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഭുവനേശ്വർ 989, നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരം 990. ഇവിടെ എല്ലാം നടക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒന്നാമത്തെ സെന്റർ ആണെങ്കിൽ പർപ്പസ് എന്താണ്? പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള, പ്രതിരോധം മീൻസ് നമ്മുടെ ശരീരത്തിന്റെ റെസിസ്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചെക്കിങ്ങും അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കേസിൽ കണ്ടു കാണാം സെൽ സയൻസ്, ബോഡിയിലെ സെല്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും പരീക്ഷണങ്ങളും. മൂന്നാമത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ്. നാലാമത്തത് ബയോടെക്നോളജി സെന്റർ. അവിടെ ഇന്നും ഒരു പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ എല്ലാം ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ടല്ലേ. കാരണം ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കുക, സെല്ലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസുകളുടെ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്ന ഓർഗനൈസേഷൻസ് ആണ് ഇത്. ഇനി ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് വൺ വേഡ് ക്വസ്റ്റ്യനുള്ള സാധ്യത കുറവാണ്. കാരണം അത് നമുക്ക് ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ LD LGS ഒക്കെ ആണെങ്കിൽ ഓക്കെ, വൺ വേഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ആസ്ഥാനം ഇവിടെ തിരുവനന്തപുരം, അല്ലെങ്കിൽ രൂപീകരിച്ച വർഷം 1990. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഒന്നുകിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് നേരത്തെ പറഞ്ഞ പോലെ മാച്ച് ദി ഫോളോയിങ്, 4 ഓപ്ഷൻ കൊടുത്തിട്ട് അവർ മാച്ച് ദി ഫോളോയിങ് കൊടുത്തും ഒന്നുകിൽ ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ രൂപീകരിച്ച വർഷം വെച്ച് കൊടുക്കാം. ഒന്നുകിൽ ഹെഡ് ക്വാർട്ടേഴ്സ് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ രൂപീകരിച്ച വർഷമാണ്. ഇത് 4 ക്വസ്റ്റ്യനായി വേണേൽ കാണാൻ പറ്റും. ഓപ്ഷൻ ഇത് ഒന്നാമത്തെ പ്രസ്താവന, ഇത് രണ്ടാമത്തെ പ്രസ്താവന, ഇത് മൂന്നാമത്തെ പ്രസ്താവന, ഇത് നാലാമത്തെ പ്രസ്താവന. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 പ്രസ്താവന. അപ്പൊ ഒന്നുകിൽ അവർക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടാം, അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വർഷങ്ങൾ, രൂപീകരിച്ച വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടാം. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ ഫോർമാറ്റ്. ഒന്നുകിൽ ഇതെല്ലാം കൂടെ ചേർത്തൊരു പ്രസ്താവനയാക്കാം, ടൈപ്പ് 1. അതല്ല എന്നുണ്ടെങ്കിൽ വർഷങ്ങളെ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും വർഷങ്ങൾ തിരിച്ചും മറിച്ചു വിടാം. അപ്പോൾ ഒരു മാച്ച് ഇത് ഫോളോ അങ്ങായി. ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ബയോടെക്നോളജി എന്ന് കൊടുത്തതിന് ശേഷം താഴെ കൊടുക്കാം നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസ് ഈസ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് എന്നോ ഈസ് അണ്ടർ ദി സയൻസ് ആൻഡ് അല്ലെങ്കിൽ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അതൊരു പ്രസ്താവനയാണ്. നാഷണൽ സെന്റർ ഫോർ സെൽ സയൻസ് ഈസ് അണ്ടർ ദി ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. ശരിയോ തെറ്റോ? ശരിയാണ്, ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്നതാണ്. ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ഈസ് അണ്ടർ ദി ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. കറക്റ്റ് ആണ്. അപ്പം അങ്ങനെയും ചോദിക്കാം. ക്ലിയർ ആണേ? അവിടം വരെ ചെക്ക് ചെയ്തിട്ട് ചാറ്റ് ബോക്സ് എസ്ഓർണോ ഇട്ടേക്കുവോ? ക്ലിയർ ആണോ? അവിടം വരെ എസ്ഓർണോ ഇട്ടേക്കുവോ? ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ക്ലാരിറ്റി ഓക്കെ ആണോ? നോട്ട് എഴുതണ്ട, നോട്ട് അയക്കും. ജസ്റ്റ് റഫായിട്ടൊന്ന് എഴുതിയാൽ മാത്രം മതി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ റഫായിട്ട് ഒരു വെള്ള പേപ്പറും പേനയും എടുത്തേക്കുക. പറയുന്ന കാര്യം റഫായിട്ട് കൂടെ ഒന്ന് എഴുതുക. കാരണം ഓർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് വർഷങ്ങൾ. റഫായിട്ടൊന്ന് കൂടെ എഴുതുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി, മുന്നോട്ട് പോകുന്നു. ഇനി ഇവിടെ മറ്റൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ നമ്മുടെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് 971 ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് 86 എന്നാലൊരു കാര്യം മനസ്സിലാക്കാം, ഈ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഇത്. ഈ ആദ്യം കിടക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി. കണ്ടോ, 981 നമ്മൾ കണ്ടിരുന്നു. ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് 986 രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ ആരുണ്ട്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇമ്മ്യൂണോളജി ഉണ്ട്. ശേഷം രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചിട്ട് അതിന് കീഴിലേക്ക് അത് കൊണ്ടുവന്നതാണ്. ക്ലിയർ? ഓക്കെ ആണേ? റൈറ്റ്.
ഇതുപോലെ കുറച്ചും കൂടെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരുടെ ലിസ്റ്റ് കൃത്യമായി ചെക്ക് ചെയ്യുക. അടുത്തത് കറണ്ട് അഫെയറിൽ സ്ഥിരമായി കാണുന്ന ഒരു സംഭവമാണ് സെന്റർ ഫോർ DNA ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക്. നിങ്ങൾ പലപ്പോഴും സിനിമകളിൽ കാണാറുണ്ട് DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ട പരിശോധനയുമായി ബന്ധപ്പെട്ട സിനിമയിൽ ഒരു കോടതി സീൻ വരുമ്പോൾ ഹൈദരാബാദിലെ ലാബിലെ ടെസ്റ്റിൽ നിന്നാണ് റിസൾട്ട് വരേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ ലാബാണ് ഇത് സെന്റർ ഫോർ DNA ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ആണ്. ഹൈദരാബാദിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. 1990 അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈസ് അണ്ടർ ദി ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് നാഷണൽ ബ്രെയിൻ റിസർച്ച് സെന്റർ ആണ്. ഹരിയാനയിലെ മനേസർ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. 1997. ഇത് ഒരേ സമയം കറണ്ട് അഫെയറുമാണ് ഫാക്റ്റുമാണ്. കാരണം നമ്മൾ കറണ്ട് അഫെയറിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ വാർത്തയിൽ കാണുന്നുണ്ട്, ഇവിടെയൊക്കെ അധ്യാപകരെ വിളിക്കുന്നുണ്ട്, റിസർച്ച് സ്കോളേഴ്സിനെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ തൊഴിൽ വാർത്തയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അവിടെ ആ ലൊക്കേഷൻ ഒന്ന് കോട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ ബ്രെയിൻ റിസർച്ച് സെന്റർ മനേസർ, ഹരിയാനയിലെ മനേസറാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. 1997 രൂപീകരിക്കുന്നു. DNA കേസിൽ സിനിമയുടെ കേസ് വെച്ച് ആലോചിക്കാം. അതിൽ വർഷം മാത്രം ചെക്ക് ചെയ്യുക. ഹൈദരാബാദ് ഏവർക്കും അറിയായിരിക്കും. സെന്റർ ഫോർ DNA ഫിംഗർ പ്രിന്റിംഗ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ഹൈദരാബാദാണ് സെന്റർ. 1990 അത് രൂപീകരിക്കുന്നത്. പിന്നെ നാഷണൽ ബ്രെയിൻ റിസർച്ച് സെന്റർ ഒക്കെ മനേസറാണ്, ഹരിയാന. അത് ഇടയ്ക്കിടയ്ക്ക് തൊഴിൽ വാർത്തയിൽ നേരത്തെ പറഞ്ഞ പോലെ റിസർച്ച് സ്കോളേഴ്സിന് വിളിക്കാറുണ്ട്. 1997 അത് രൂപീകരിക്കുന്നത്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജീനോം റിസർച്ച്, ഡൽഹിയാണ് ആസ്ഥാനം. 1997 ഓപ്പൺ ചെയ്തു. ശ്രദ്ധിക്കുക, ദീസ് അണ്ടർ ഈ ഓർഗനൈസേഷൻസ് ആരുടെ കീഴിലാണ്? ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട്. ക്ലിയർ അല്ലേ? ഞാൻ നോക്കൂ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജീനോം റിസർച്ച് ആദ്യമായി കേൾക്കുന്നതായിരിക്കും. ഡൽഹിയാണ് ആസ്ഥാനം. 1997 ഓപ്പൺ ചെയ്യുന്നു. ക്ലിയർ? ഒന്നും കൂടെ നോക്കണേ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോ മെഡിക്കൽ ജീനോമിക്സ് ആണ്. വെസ്റ്റ് ബംഗാൾ ആണ് ആസ്ഥാനം. 2009 ചെക്ക് ചെയ്യണം. കാരണം വെസ്റ്റ് ബംഗാളൊക്കെ ആസ്ഥാനമായിട്ട് വരുന്ന വളരെ കുറച്ച് ഓർഗനൈസേഷൻസേ ഉള്ളൂ. ഇനി ഒരു 1-2 ഓർഗനൈസേഷനെ കാണും. അത് ഇപ്പോഴല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കൊൽക്കത്ത ആസ്ഥാനമായിട്ട് വരുന്ന കുറച്ച് സയന്റിഫിക് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പം നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന വെസ്റ്റ് ബംഗാൾ ആസ്ഥാനമായിട്ട് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോമെഡിക്കൽ ജീനോമിക്സ്, വെസ്റ്റ് ബംഗാളാണ്. 2009 റീസെന്റ് ലോഞ്ചിങ്. UPA സർക്കാരിന്റെ കാലഘട്ടം അല്ലേ, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം, അല്ലെങ്കിൽ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ വെസ്റ്റ് ബംഗാളിൽ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ഇത്. ഓപ്പൺ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോമെഡിക്കൽ ജീനോമിക്സ്, വെസ്റ്റ് ബംഗാൾ. 2009. ക്വസ്റ്റിന്റെ ഫോർമാറ്റിൽ മാറ്റമില്ല. ഒന്നുകിൽ ഇത് പ്രസ്താവനയായിട്ട് ചോദിക്കാം. പ്രസ്താവന എന്ന് പറയുമ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ ജീനോമിക്സ് ഈസ് വെസ്റ്റ് ബംഗാൾ. അതൊരു പ്രസ്താവനയാണ്. ശരിയോ തെറ്റോ? പ്രസ്താവന ശരിയാണ്. വീണ്ടും അടുത്ത പ്രസ്താവന, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് ജീനോം റിസർച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡൽഹി. പ്രസ്താവന കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ചോദിക്കാം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോമെഡിക്കൽ ജീനോമിക്സ് ഈസ് ക്രിയേറ്റഡ് അണ്ടർ ദി UPA സർക്കാർ. UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണോ? കറക്റ്റ് ആണ്. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? 2004 മുതൽ 2014 വരെ ഇന്ത്യ ഭരിക്കുന്നത് മൻമോഹൻ സിംഗ് അല്ലെങ്കിൽ UPA സർക്കാരാണ്. അപ്പോൾ ആ UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ വെസ്റ്റ് ബംഗാൾ ഓപ്പൺ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റുകളുമായി ബന്ധപ്പെട്ടും ബയോമെഡിക്കൽ ജീനോമിക്സ് ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോമെഡിക്കൽ ജീനോമിക്സ് എന്ന് പറയുന്നത്. അപ്പം നിലവിൽ നമുക്ക് ഇത്രയും ഓർഗനൈസേഷൻസ് ആണ് അത്യാവശ്യമായിട്ട് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നതായിട്ട് പഠിക്കേണ്ടത്. വർഷം പഠിക്കുക, ലൊക്കേഷൻ പഠിക്കുക. ക്ലിയർ ആണേ? അത്രയും ഓക്കെ ആണോ? ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എസ് ഓർ നോ കിട്ടെ. ക്വസ്റ്റിന്റെ ഫോർമാറ്റ് കിട്ടുന്നുണ്ടോ? മാച്ച് ചെയ്ത് ഫോളോയിങ് ചോദിക്കാം. ഇതിനെ എല്ലായിടത്തും പ്രസ്താവനയാക്കാം. ലൊക്കേഷൻ വെച്ച് മാച്ച് ചെയ്ത് ഫോളോയിങ് ചോദിക്കാം. വർഷം വെച്ച് ചോദിക്കാം. ഓക്കെ, ശരി. അടുത്തത് കുറച്ചും കൂടെ കട്ടിയാണ്, ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിൽ നിലവിൽ 5 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് രാജീവ് ഗാന്ധിന്റെ കാലഘട്ടത്തിൽ 1986 സെറ്റപ്പ് ചെയ്തു. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. നിങ്ങൾ നോക്കിയേ, അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്.
രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് നോക്ക്, പേര് എഴുതി പഠിക്കുക റഫായിട്ട്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച വർഷം ഒന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് രൂപീകരിക്കുന്നതിനെക്കാട്ടി പഴക്കമുണ്ട്. 954 നെഹ്റുവിന്റെ കാലഘട്ടം, August 3 ഡേറ്റ് വേണം, ഡേറ്റ് വേണം. ക്ലിയർ? അപ്പൊ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്ന വർഷം ഏതാ? 954. ബിഫോർ ദി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് 971 മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക് രൂപീകരിക്കുന്നതും. അതിന് മുന്നേ തന്നെ ആർക്ക് പഴക്കമുണ്ട്? ഇറ്റ് ഈസ് ആൻ ഓൾഡസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഒന്ന് എന്ന് പറയാൻ പറ്റൂ. കാരണം നമുക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വേറെ ഉണ്ട്. അപ്പൊ നിലവിൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഓർഗനൈസേഷനിൽ ഒന്നാണ് ആര്? അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. ഒന്നാമത്തെ പോയിന്റ്, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് സയൻസ് ആൻഡ് ടെക് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യ. രണ്ടാമത്തെ പോയിന്റ്, രൂപീകരിച്ച വർഷം നോക്കിയേ, 954 August 3 നെഹ്റുവിന്റെ കാലഘട്ടം. ക്ലിയർ? ക്ലിയർ എങ്കിൽ തൊട്ട് താഴെ അതിന്റെ തൊട്ട് താഴെ പഠിക്കണേ, അറ്റോമിക് എനർജി കമ്മീഷൻ. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ആദ്യ ഓർഗനൈസേഷൻ ആണ് ഇത്, അറ്റോമിക് എനർജി കമ്മീഷൻ. ശ്രദ്ധിക്കണം, അറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് പറയുന്ന സമയത്ത് നിലവിലുണ്ടോ? ഉണ്ട്, നിലവിലും അതുണ്ട്. ഈ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന കോർ എപ്പെക്സ് അതോറിറ്റി. ഇറ്റ് വാസ് ദി കോർ എപ്പെക്സ് ഡിസിഷൻ മേക്കിംഗ് ബോഡി അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അഥവാ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. ഈ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന കോർ എപ്പെക്സ് ഹയർ അതോറിറ്റി ആണ് ഇത്, അറ്റോമിക് എനർജി കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ അറ്റോമിക് എനർജി കമ്മീഷനാണ് ശരിക്കും ആദ്യമായിട്ട് രൂപീകരിക്കുന്നത്. നോക്കൂ, 948 മുംബൈ. 1948 മുംബൈയിൽ നെഹ്റുവിന്റെ സഹായത്തോടെ തന്നെ രൂപീകരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇത്, അറ്റോമിക് എനർജി കമ്മീഷൻ. പിൽക്കാലത്ത് കമ്മീഷനെ ആരുടെ കീഴിൽ കൊണ്ടുവരുന്നു? അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നത് 954 August 3 എന്നാൽ അതിന് 6 വർഷം മുന്നേ തന്നെ ആ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു അറ്റോമിക് എനർജി കമ്മീഷനെ രൂപീകരിക്കുന്നുണ്ട്. കമ്മീഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് എ ഡിസിഷൻ മേക്കിംഗ് ബോഡി അല്ല. ഇറ്റ് ഈസ് ദി എപ്പെക്സ് അതോറിറ്റി ഓർ എപ്പെക്സ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി ഇൻ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിലവിലും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന എപ്പെക്സ് അതോറിറ്റിയാണ് ആര്? അറ്റോമിക് എനർജി കമ്മീഷൻ. അവിടെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ദി ഗവേണിംഗ് ബോഡി ഓഫ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന എപ്പെക്സ് അതോറിറ്റി, ഉന്നത അധികാര സമിതി എന്നൊക്കെ മലയാളത്തിൽ പറയും. ആരാണ് അതിന്റെ ചെയർമാൻ? നോഡിലേക്ക് നോക്കുക. ഫസ്റ്റ് ചെയർമാൻ ഓഫ് AEC, അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ഹോമി ജെ ഭാഭ. പരിചയപ്പെട്ടോ? ഹോമി ജെ ഭാഭയുമായി ബന്ധപ്പെട്ട ഫിസിക്സിൽ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുവോ? ഹോമി ജെ ഭാഭയുമായി ബന്ധപ്പെട്ട ഫിസിക്സിൽ ഒരു ഫേമസ് ആയ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുവോ? ഹോമി ജെ ഭാഭയുമായി ബന്ധപ്പെട്ട പോയിന്റ് ഉണ്ട്, ടൈപ്പ് ചെയ്ത് വിടുവോ? ഹോമി ജെ ഭാഭയുമായി ബന്ധപ്പെട്ട് ഫിസിക്സിൽ ഒരു പോയിന്റ് ഉണ്ട്, ടൈപ്പ് ചെയ്ത് വിടുവോ? അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട, അറ്റോമിക് എനർജി എന്ന വാക്കിന് മറ്റൊരു അർത്ഥമുണ്ട്, ഇറ്റ് ഈസ് ന്യൂക്ലിയർ എനർജി. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഫിസിക്സ്? അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാക്കുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ന്യൂക്ലിയർ എനർജി. അങ്ങനെയും പറയാം. ശരി, അങ്ങനെ പോയിന്റ് ടൈപ്പ് ചെയ്തോട്ടെ. അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹോമി ജെ ഭാഭയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ഞാൻ ആ പോയിന്റ് എഴുതണോ? നോക്കൂ, ഹി വാസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഹി വാസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവ്. അറിയാത്തവർ എഴുതി മാറ്റുവോ? ഹി വാസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ മലയാളം എന്താ? ആണവശാസ്ത്രം. ആണവശാസ്ത്രത്തിന്റെ ഇന്ത്യയിലെ പിതാവ്. ഹി വാസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സ് അതല്ലെങ്കിൽ ആണവശാസ്ത്രത്തിന്റെ പാർവതി, അത് ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയരുത്, ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ എന്നും കൂടെ ചേർക്കണേ. രണ്ടും രണ്ട് പോയിന്റ് ഞാൻ അവിടെ പറഞ്ഞുതരാം. ബാക്കിയുള്ളവർ എഴുതി മാറ്റിയോ? ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ആണവശാസ്ത്രത്തിന്റെ ഇന്ത്യയിലെ പിതാവ്. എഴുതിയായിരുന്നോ? ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ആണവശാസ്ത്രത്തിന്റെ ഇന്ത്യയിലെ പിതാവാണ് ആര്? ഹോമി ജെ ഭാഭ.
അപ്പോൾ ഒരു ചോദ്യം വരാം, വാട്ട് ഈസ് ന്യൂക്ലിയർ ഫിസിക്സ്? ശരിക്കും എന്താണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന വാക്കിന്റെ അർത്ഥം? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്, എന്താണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന വാക്ക്? വാട്ട്സ് ദ ടൈം മീനിങ് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്? ചാറ്റ് ബോക്സിൽ അടുത്ത ആൻസർ ചെയ്യേ. വാട്ട് ഈസ് ദി ടൈം മീനിങ് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്? ശരിക്കും ന്യൂക്ലിയർ ഫിസിക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉണ്ടോ? ഇല്ല. അപ്പൊ എഴുതേണ്ടി വരും സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓർ ന്യൂക്ലിയർ കമ്പോണൻസ് ഓഫ് ആൻ ആറ്റം. സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓർ ന്യൂക്ലിയർ കമ്പോണൻസ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ പഠിക്കുന്ന പഠനശാഖ. അറിയാം, ഒരാറ്റം എടുത്ത് നടുക്കാറുണ്ടേ, നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്താരൊക്കെ ഉണ്ടേ? P+N, പി ആരാ? പ്രോട്ടോൺ. N ആരാ? ന്യൂട്രോൺ. ശരിയല്ലേ? ഒരാറ്റം എടുത്താൽ എപ്പോഴും നടുക്കാറുണ്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താറുണ്ട് P+N, പി ആരാ? പ്രോട്ടോൺ. ഒന്നുകൂടെ വരയ്ക്കാം. ഒരാറ്റം എടുത്താൽ എപ്പോഴും നടുക്കാരാ? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് P+N കണ്ടായിരുന്നു. P+N, പി ആരാ? പ്രോട്ടോൺ. N ആരാ? ന്യൂട്രോൺ. ചുറ്റും ഇലക്ട്രോൺസ് ഇടുന്ന് കറങ്ങുകയല്ലേ? നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കും. ചുറ്റും ഇലക്ട്രോൺസ് ഇടുന്ന് കറങ്ങുകയല്ലേ? കറക്റ്റാ, ചുറ്റും ഇലക്ട്രോൺസ് ഇടുന്ന് കറങ്ങുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാറ്റം എടുത്ത് നടുക്ക് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്ത് P+N, P പ്രോട്ടോൺ, N ന്യൂട്രോൺ. അങ്ങനെയാണെങ്കിൽ സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓർ ന്യൂക്ലിയർ കമ്പോണൻസ് ഓഫ് ആൻ ആറ്റം. ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ പഠിക്കുന്ന പഠനശാഖയാണ് ഏത്? ന്യൂക്ലിയർ ഫിസിക്സ്. ആ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവ് മാത്രമാണ് ആര്? ഹോമി ജെ ഭാഭ. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നു, ഹു വാസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവ് ആരാണെന്ന്? ഹു വാസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്? ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവ് ആരാ? ആൻസർ ചെയ്യേ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവ് ഉണ്ടോ? ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ജിത റൂദർഫോർഡ് എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരോ? വന്ദന. അടുത്ത ആള് ആൻസർ വരട്ടെ. ഇല്ല, രണ്ടാൻസറും ഓക്കെയാണ്, പക്ഷെ മുഴുവൻ പേരും പറയാൻ ശ്രമിക്കുക. ഏണസ്റ്റ് റൂദർഫോർഡ്. നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് 2 റൂദർഫോർഡ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ ആൻസർ വേണ്ടത് മുഴുവൻ പേരായിട്ട് പറയുക. ഏണസ്റ്റ് റൂദർഫോർഡ് എഴുതി മാറ്റിയായിരുന്നു. 3 പോയിന്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ ഹോമി ജെ ഭാഭ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ് ഏണസ്റ്റ് റൂദർഫോർഡ്. സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓർ ന്യൂക്ലിയർ കമ്പോണൻസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ പഠിക്കുന്ന പഠനശാഖയാണ് ആര്? ന്യൂക്ലിയർ ഫിസിക്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? 3 പോയിന്റ് അഡീഷണൽ എഴുതി മാറ്റിയായിരുന്നോ? ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. നേരത്തെ പറഞ്ഞ പോലെ റൂദർഫോർഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2 റൂദർഫോർഡ് ഉണ്ട്, ഒരാളും കൂടെ ഉണ്ട്. അതാരാ? ചാറ്റ് ബോക്സിൽ എന്തോ ഒരു ആൻസർ ഉണ്ടല്ലോ. അതാരാ? ഇല്ല, അത് തന്നെ. ജിൻസി ഓക്കെയാണ്. ഡാനിയൽ റൂദർഫോർഡ്. ജിൻസി ഓക്കെയാണ്. ഡാനിയൽ റൂദർഫോർഡ്. ഡാനിയൽ റൂദർഫോർഡിന്റെ കോൺട്രിബ്യൂഷൻ കൂടെ പറയുമോ? ഡാനിയൽ റൂദർഫോർഡ്. ഡാനിയലിന്റെ കോൺട്രിബ്യൂഷനും കൂടെ പറഞ്ഞേ. ഡാനിയൽ റൂദർഫോർഡിന്റെ കോൺട്രിബ്യൂഷനും കൂടെ പറഞ്ഞേ. കോൺട്രിബ്യൂഷൻ ഉണ്ടോ അദ്ദേഹത്തിന്? ഉണ്ട്. ഹി വാസ് ദി ഫാദർ ഓഫ് ദി എലമെന്റ് നൈട്രജൻ. അതും കൂടെ എഴുതി മാറ്റിയേക്കണേ. ഓൾറെഡി നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കാനിരിക്കുകയാണ് ആ പോയിന്റ്, എന്നാലും അഡ്വാൻസ് ആയിട്ട് എഴുതിക്കോ. ഡാനിയൽ റൂദർഫോർഡിന്റെ പോയിന്റും കൂടെ. ഹി വാസ് ദി ഫാദർ ഓഫ് എലമെന്റ് നൈട്രജൻ. അദ്ദേഹമാണ് നൈട്രജൻ മൂലകത്തിന്റെ പിതാവ്. എഴുതി മാറ്റിയായിരുന്നോ? 4 പോയിന്റ് എഴുതി മാറ്റിയായിരുന്നു. ഒന്ന്, എന്താണ് ന്യൂക്ലിയർ ഫിസിക്സ്? സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓർ ന്യൂക്ലിയർ കമ്പോണൻസ് ഇൻ ആറ്റം ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫിസിക്സ്. 2, ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ മലയാളത്തിൽ ആണവ ശാസ്ത്രത്തിന്റെ ഇന്ത്യയിലെ പിതാവ് ഹോമി ജെ ഭാഭ. ഇനി ഫാദർ ഓഫ് എലമെന്റ് നൈട്രജൻ ഡാനിയൽ റൂദർഫോർഡ്. തിരിയരുത്, ഡാനിയൽ റൂദർഫോർഡ് വേറെ, ഏണസ്റ്റ് റൂദർഫോർഡ് വേറെ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ ഹോമി ജെ ഭാഭ. അതേ ഹോമി ജെ ഭാഭ തന്നെയാണ് 1948 രൂപീകരിച്ച അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ. ക്ലിയർ? അപ്പൊ ഹു വാസ് ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് അറ്റോമിക് എനർജി കമ്മീഷൻ? ഹോമി ജെ ഭാഭ. അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ച വർഷം 1948. അറ്റോമിക് എനർജി കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ. ഇതേ അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ ആരുടെ കീഴിലാണ്? നമ്മുടെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്കിന് കീഴിലെ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന എപ്പെക്സ് അതോറിറ്റി, ഉന്നത അധികാര സമിതിയാണ് ഏത്? അറ്റോമിക് എനർജി കമ്മീഷൻ. അപ്പൊ വീണ്ടും ചോദ്യം, അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ച വർഷം ഏതാ? 1954 ഓഗസ്റ്റ് 3. അത്രയും പോയിന്റ് ഓക്കെയാണോ? ക്വസ്റ്റ്യൻ എങ്ങനെ വേണം ചോദിക്കാവേ.
ഒന്നെങ്കിൽ ഇവിടെ എല്ലാം വൺ വേഡ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത്? 48. അറ്റോമിക് എനർജി കമ്മീഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെയ്ത് മുംബൈ, ഫസ്റ്റ് ചെയർമാൻ ആരും ചോദിക്കാം. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം, പ്രസ്താവനയാക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത്? ഒന്ന്, രൂപീകരിച്ച വർഷം. 2, അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് അറ്റോമിക് എനർജി കമ്മീഷൻ. 3, അറ്റോമിക് എനർജി കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്നും പറഞ്ഞ് 4 പ്രസ്താവന കൊടുക്കാം. എന്നിട്ട് ശരിയോ തെറ്റൊന്നും പറഞ്ഞ് ചോദിക്കാം. അതാണ് പ്രസ്താവന ചോദ്യങ്ങളുടെ സ്റ്റൈൽ. പ്രസ്താവനയായാലും വൺ വേഡ് ആയാലും പോയിന്റ് അറിയാമെങ്കിൽ മാത്രമേ ആൻസറുകൾ ചെയ്യാൻ പറ്റൂ. അപ്പൊ അത്ര ഓക്കെ അല്ലേ? ശരി, മുന്നോട്ട് പോക്കോട്ടെ. അഡീഷണൽ പോയിന്റ് പറയുന്ന എഴുതിക്കോണേ. ശരി, മുന്നോട്ട് പോകുന്നു. ഏറ്റവും പ്രധാനം നോക്കി, എന്താ ഹെഡിങ് വായിച്ചേ? മെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദി അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ ഉള്ള, ഏറ്റവും കൂടുതൽ ഭാവിയുള്ള, ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ അറ്റോമിക് എനർജി. നമുക്ക് അറിയാലോ, ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സർക്കാർ തന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് സംഭാവന ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടക്കുന്ന, ഏറ്റവും കൂടുതൽ ആണവായുധ റിസർച്ചുകൾ നടക്കുന്ന ഒരു സെഷനാണ് ഈ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഈ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാർക്ക്. സ്ഥിരമായി പത്രത്തിൽ കാണുന്നു ബാർക്കിനെ പറ്റി. നോക്കൂ, ബാർക്കിന്റെ എക്സ്പാൻഷൻ ആദ്യം പഠിച്ചേ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. എന്താ അത്? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ആണ് ബാർക്ക്. ഇതും സ്ഥിരമായി തൊഴിൽ വാർത്തയിൽ ബാർക്കിലേക്ക് റിസർച്ച് സ്കോളറെ ആവശ്യമുണ്ട്, ബാർക്കിലേക്ക് പ്രൊഫസർമാരെ എടുക്കുന്നു, ബാർക്കിലേക്ക് ക്ലർക്കുമാരെ എടുക്കുന്നു എന്ന് പറഞ്ഞ് കാണാറുണ്ട്. ശരി, എനിവേ നോക്ക്, ബാർക്കിന്റെ പഴയ പേരെന്താ? ഓൾഡസ്റ്റ് നെയിം ഓഫ് അല്ലെങ്കിൽ ഓൾഡ് നെയിം ഓഫ് ബാർക്ക് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ്. ശ്രദ്ധിക്കുക, ബാർക്കിന് ഒരു പഴയ പേരുണ്ടായിരുന്നു. ബാർക്കിന്റെ പഴയ പേരെന്താ? അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ്. മൂന്നും കൂടെ തിരിയരുത്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് വേറെ, അറ്റോമിക് എനർജി കമ്മീഷൻ വേറെ, ഇത് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ്. ക്യാപിറ്റൽ AEE, ക്യാപിറ്റൽ AEE. മറ്റൊരെണ്ണം അറ്റോമിക് എനർജി കമ്മീഷൻ, അറ്റോമിക് AEC. അത് വേറെ, ഇത് വേറെ. ഇത് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് പഴയ പേര്. എന്നാൽ ഈ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് രൂപീകരിച്ച വർഷം 954 നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ജനുവരി 3-ാം തീയതി ട്രോംബെയിലാണ്. ട്രോംബെയിലാണ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പം ബാർക്കിന്റെ പഴയ പേരെന്താ? അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ്. ബാർക്ക് രൂപീകരിച്ച വർഷം ഏതാ? 954 ജനുവരി 3-ാം തീയതി. ബാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ? ട്രോംബെയാണ് ബാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ബാർക്കിന്റെ പഴയ പേരെന്തായിരുന്നു? അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ്. ഇനി ആലോചിക്കണം, ഈ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന പഴയ പേര് മാറ്റി ഇന്ന് കാണുന്ന ബാർക്കിന് ബാർക്ക് എന്ന പേര് കൊടുക്കുന്ന ഏത് വർഷമാണ്? ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടം, 967. അപ്പം ദി അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ഈസ് റീനെയിംഡ് ആസ് ബാർക്ക് ഇൻ 1967. അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് പേര് മാറ്റി ഇന്ന് കാണുന്ന ബാർക്ക് എന്ന പേര് കൊടുത്ത ഏത് വർഷമാണ്? 967 ഓൺ ദി ഇവന്റ് ഓഫ് ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിലാണ്. നിലവിൽ അതിന്റെ ചെയർമാൻ ആരാ? ഹുവാസ് ദി ഇതാണ് കറണ്ട് അഫയർ കേട്ടോ. ഇതാണ് ഇവിടുത്തെ CA പോയിന്റ്. ശ്രദ്ധിക്കണേ, ഇതാണ് ഇവിടുത്തെ CA പോയിന്റ്. ഹുവാസ് ദി പ്രസന്റ് ചെയർമാൻ ഓഫ് ബാർക്ക്. ബാർക്കിന്റെ നിലവിലെ ചെയർമാൻ ആരാ? വിവേക് ഭാസിൻ. എപ്പം വേണമെങ്കിലും മാറാം. നിലവിൽ നമ്മുടെ പരീക്ഷ കഴിയുന്നവരെന്തായാലും മാറില്ല. ഒരു എങ്ങനെയായാലും മിനിമം 1 വർഷം അദ്ദേഹം ഉണ്ടാവും. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കാലാവധി ഒന്നും പറയുന്നില്ല. നോർമലി സർക്കാർ അപ്പോയിന്റ് ചെയ്ത് പോവുകയാണ്. നിലവിൽ ചെയർമാൻ ആരെന്ന് മാത്രം നോക്കുക. വിവേക് ഭാസിനാണ് നിലവിലെ ചെയർമാൻ. കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ആ പോയിന്റ് കൂടെ ചേർത്തേക്കണം. കറണ്ട് അഫയർ അവിടെ കവർ ആയിക്കോളും. ക്ലിയർ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസ്താവനകൾ ചോദിക്കാം. ഇനി ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് പറഞ്ഞുതരാം. ഒന്നെങ്കിൽ വൺ വേഡ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഹു വാസ് ദി പ്രസന്റ് ചെയർമാൻ ഓഫ് ബാർക്ക്? കഴിഞ്ഞു, വിവേക് ഭാസിൻ. അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയർ ബാർക്ക് വാസ് നെയ്മഡ്? ഏത് വർഷമാണ് ബാർക്ക് എന്ന് പേര് കൊടുക്കുന്നത്? ഓർ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് ഈസ് റീനെയിംഡ് ആസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയർ? 67 റീനെയിം ചെയ്യുന്നത്. ഇനി അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇയർ, രൂപീകരിച്ച വർഷം അല്ലെങ്കിൽ ഫോംഡ് ഇയർ 954. ഇതെല്ലാം വൺ വേഡ് ചോദ്യം. പ്രസ്താവനയാക്കാം. എങ്ങനെ പ്രസ്താവനയാക്കാൻ കഴിയും? വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് ബാർക്ക്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാർക്കിനെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഏത്? അത് തന്നെ 3 പ്രസ്താവനയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ അബൌട്ട് ബാർക്ക്? ഇത് ഒന്നാമത്തെ പ്രസ്താവന. ബാർക്കിന്റെ പഴയ പേര് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ്. ഇത് രണ്ടാമത്തെ പ്രസ്താവന. ബാർക്ക് രൂപീകരിച്ചത് 954 ജനുവരി 3. ഇത് മൂന്നാമത്തെ പ്രസ്താവന. ബാർക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രോംബെ. ഇത് 4ാമത്തെ പ്രസ്താവന. ബാർക്കിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ വിവേക് ഭാസിൻ. 4 പ്രസ്താവനയായോ? 4 പ്രസ്താവനയായി. എന്നിട്ട് ഇതുപോലെ ഓപ്ഷൻ കൊടുക്കും. A,
ബി സി ഡി. ഇതിൽ ശരി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 2 3 1 2 1 2 3 4 2 3 4. ഏതാ ആൻസർ? മാർക്ക് ചെയ്യുമ്പോഴുള്ള ശരിയായ പ്രസ്താവന ഏതാ? ചാറ്റ് ബോക്സിൽ ആൻസർ ഇട്ടെ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പെർഫെക്റ്റ് ആൻസർ ഏതാ? 4 ശരി. ഞാൻ ഒന്നും തെറ്റിച്ചു പറഞ്ഞില്ലല്ലോ. 4 ശരിയല്ലേ? സോ ഓപ്ഷൻ സി ഈസ് അവർ കറക്റ്റ് ആൻസർ. ആണ് കറക്റ്റ് ആൻസർ. ശരിയല്ലേ? 4 കറക്റ്റാ. സോ ഓൾ ഓഫ് ദി അബോ അല്ലെങ്കിൽ 4 കറക്റ്റ് ആണ്. നോക്കട്ടെ ആൻസർ. കറക്റ്റ്. എല്ലാവരും ഓക്കെ. രേഷ്മ ഓക്കെ, ഷെറിൻ ഓക്കെ, പാർവതി ഓക്കെ, ശ്രുതി ഓക്കെ. റൈറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ്. അവര് സ്റ്റേറ്റ്മെന്റ് ആക്കുകയാണെങ്കിൽ 4 കൂടെ ചേർത്തൊരു പ്രസ്താവന ആക്കി ചോദിക്കും. അതല്ല വൺ വേഡ് ആക്കുകയാണെങ്കിൽ 4 സ്പ്ലിറ്റ് ചെയ്ത് ചോദിക്കും. കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ബാർക്കിനെ പറ്റി പോയിന്റ് എല്ലാം ഓക്കെ. ബാർക്കിന്റെ പഴയ പേര് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ്, രൂപീകരിച്ച വർഷം 954 ജനുവരി 3. ഡേറ്റ് നോക്കിക്കോണേ. കാരണം ഈ ജനുവരി 3-ാം തീയതി പത്രത്തിൽ വന്നിട്ടുണ്ട്. അന്നേ ദിവസം നിങ്ങൾ പത്രം നോക്കിയാൽ കാണാൻ പറ്റും. പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ സെമിനാറൊക്കെ ഉണ്ടായിരുന്നു. സെമിനാറും രാഷ്ട്രപതിന്റെ ഒരു കുറിപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ജനുവരി 3 ട്രോംഫെ ആണ്. ചെയർമാൻ വിവേക് വാസ്ട്രീൻ. ഇപ്പുറത്തെ അടുത്ത പോയിന്റ് നോക്കിയേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അല്ലേ ഇത്? അതെ. ബാർക്കിന്റെ പുതിയ അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പുതിയ പേരെന്താ? ബാർക്ക്. ക്ലിയർ. നമ്മൾ പറഞ്ഞു, വർഷം പറഞ്ഞ എന്താ? 967 ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിൽ റീനെയിം ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിൽ ബാർക്കിനെ റീനെയിം ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ബാർക്ക് വാസ് ദി ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ബാർക്ക്. നമ്മൾ പറഞ്ഞു മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. ഈ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ആര്? ബാർക്ക്. ക്ലിയർ. അപ്പൊ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് കീഴിൽ വരുന്ന നിലവിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബാർക്ക്. അപ്പൊ ബാർക്ക് വാസ് ദി ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ആര്? ബാർക്ക്. ക്ലിയർ ആണേ? മുന്നോട്ട് പോണേ. അടുത്ത പോയിന്റ് ആലോചിച്ച് നോക്കി. അത് എഴുതി മാറ്റിയായിരുന്നല്ലോ ആ പോയിന്റ്. ബാർക്കിന്റെ പോയിന്റ് ഓക്കെ അല്ലേ? ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. എങ്കിൽ അടുത്ത വായിച്ചു നോക്കിയേ. നോക്കൂ. രണ്ടാമത്തെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പേരെന്താ? ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച്. ക്യാപിറ്റൽ IGCAR. ക്യാപിറ്റൽ IGCAR ആദ്യം വായിക്കേണ്ട പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് ആണ്. ഇറ്റ് വാസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അണ്ടർ ദി അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അതായത് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച്. സ്ഥിരമായി പത്രത്തിൽ കാണുന്ന ഓർഗനൈസേഷൻ ഏതൊക്കെ? കാരണം ഇവിടത്തേക്ക് എപ്പോഴും ആളെ വിളിക്കും. കാരണം ഇവിടത്തേക്ക് പോസ്റ്റിംഗ് എല്ലാം കോൺട്രാക്റ്റിലാണ്. 3 വർഷത്തേക്കും 5 വർഷത്തേക്കും കോൺട്രാക്ട് പോസ്റ്റാണ് എപ്പോഴും വിളിക്കുന്നത്. ഇവിടെ ചില LD പോസ്റ്റുകൾ മാത്രം, ചില സയന്റിഫിക് ഓഫീസർ LD പോസ്റ്റുകൾ മാത്രമാണ് പെർമനന്റ് ആയിട്ട് വിളിക്കാറ്. ബാക്കി എല്ലാ പോസ്റ്റും കോൺട്രാക്ട് ആയിട്ട് വിളിക്കാറുണ്ട്. കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന്. ഈ മിനി കോഴ്സുകൾ 3 മാസത്തെ 6 മാസത്തെ മിനി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് അഡ്മിഷന് വേണ്ടി വിളിക്കാറുണ്ട്. അപ്പൊ എനിവേ ഇറ്റ് വാസ് ദി IGCAR വാസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. ലൊക്കേഷൻ എവിടെയാണ്? ഹെഡ്ക്വാർട്ടേഴ്സ് കൽപ്പാക്കത്താണ്. ഫോം ചെയ്ത വർഷം ഏതാണ്? 971. ഓൺ ദി പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് ഇന്ദിരാഗാന്ധിന്റെ അതേ കാലഘട്ടം. അപ്പോൾ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് ഫോം ചെയ്ത വർഷം 971. ഹെഡ്ക്വാർട്ടേഴ്സ് കൽപ്പാക്കം. ഇറ്റ് വാസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആഫ്റ്റർ ബാർക്ക് അണ്ടർ അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ വൺ വേഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതല്ലെങ്കിൽ 4 പ്രസ്താവന കൊടുത്തിട്ട് ഇത് തന്നെ 3 പ്രസ്താവന അല്ലേ? ഇതിപ്പോ ഒന്നാമത്തെ പ്രസ്താവന IGCAR രൂപീകരിച്ച വർഷം 71. ഇത് രണ്ടാമത്തെ പ്രസ്താവന ഹെഡ്ക്വാർട്ടേഴ്സ് കൽപ്പാക്കം. ഇത് മൂന്നാമത്തെ പ്രസ്താവന. 4ാമത് മറ്റൊരു പ്രസ്താവന ആഡ് ചെയ്യാം. അത് ഒരുപക്ഷെ ബാർക്കിനെ പറ്റിയായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്താവനയായിരിക്കാം. ക്ലിയർ. അപ്പൊ IGCARന്റെ പോയിന്റ് ഓക്കെ അല്ലേ? ഇവിടെ എല്ലാം നടക്കുന്ന എന്താണ്? ഇവിടെ എല്ലാം റിസർച്ചാണ്. എന്ത് റിസർച്ച്? ന്യൂക്ലിയർ എനർജി റിസർച്ച്. ഇവിടെ എല്ലാം നടക്കുന്ന റിയാക്ഷനും റിസർച്ചും എന്താണ്? ന്യൂക്ലിയർ എനർജി റിസർച്ച് ആണ് നടക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഈ ന്യൂക്ലിയർ എനർജി റിസർച്ചുകൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്. ആ റിസർച്ച് എല്ലാം ഭയങ്കര സീക്രട്ട് ആയിരിക്കും, ഹൈഡിങ് ആയിരിക്കും. നമ്മുടെ സയൻസ് ആൻഡ് ടെക്കുമായി ബന്ധപ്പെട്ട് ഒരുവിധപ്പെട്ട എല്ലാ റിസർച്ചുകളും ഹൈഡിങ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈഡിങ് കൊടുക്കുന്ന റിസർച്ച് ഏരിയയാണ് ന്യൂക്ലിയർ റിസർച്ച്. ഇന്ത്യയിൽ ന്യൂക്ലിയർ റിസർച്ചുമായി പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റുമാരെ പോലും ആർക്കും അറിയില്ല.
കാരണം അത്രമാത്രം സീക്രട്ട് ആയിട്ടാണ് നമ്മൾ ആ ഒരു റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാലോ, നമ്മുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണമില്ലേ, ഇന്ത്യയിലെ രണ്ടാമത്തെ ആണവ പരീക്ഷണം ഉണ്ട് അല്ലേ, ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു, ഓർക്കുന്നുണ്ടോ? ഇന്ത്യയിലെ രണ്ടാമത്തെ ആണവ പരീക്ഷണം എന്തായിരുന്നു? ബുദ്ധൻ സ്മൈൽസ് അഗെയിൻ, അല്ലെങ്കിൽ ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്. ഇപ്പൊ ആദ്യത്തെ പേരെന്തായിരുന്നു? കോഡ് നെയിം എന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. രണ്ടാമത്തെ പേരെന്തായിരുന്നു? ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു, അങ്ങനെയും വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ആണവ പരീക്ഷണത്തിന് നമ്മുടെ APJ അബ്ദുൽ കലാം ഇല്ലേ, അദ്ദേഹമായിരുന്നു അതിന്റെ പ്രൊജക്ട് ലീഡർ. ഓർക്കുന്നുണ്ടോ? പഠിച്ചായിരുന്നോ? ഇന്ത്യയിലെ രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിന്റെ പ്രൊജക്ട് ലീഡർ ആരായിരുന്നു? APJ അബ്ദുൽ കലാം. ഓർക്കുന്നില്ലേ? അദ്ദേഹത്തിന് ഈ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ഈ ന്യൂക്ലിയർ റിസർച്ചിനെല്ലാം ഒരു സീക്രട്ട് ക്യാരക്ടർ ഉണ്ട്, സീക്രസി ഉണ്ട്, ഒന്നും പുറത്തു വിടില്ല. അതിന്റെ ഭാഗമായിട്ടാണ് APJ അബ്ദുൽ കലാം ഒരു രഹസ്യ പേര് കൊടുത്തത്. എന്തായിരുന്നു രഹസ്യ പേര്? ചാറ്റ് ബോക്സിൽ ആൻസർ ഉണ്ടോ? വന്നിട്ടില്ല. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേ. രണ്ടാമത്തെ ആണവ പരീക്ഷണ വേളയിൽ APJ അബ്ദുൽ കലാമിന് കൊടുത്ത രഹസ്യ പേരെന്തായിരുന്നു? ചുമ്മാ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയണമെന്ന് നോക്കട്ടെ. ഒരാൻസർ ഉണ്ട്, പൃഥ്വിരാജ്. വേറെ ആൻസർ ഉണ്ടോ? ഭവീന്റെ ആൻസർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരോ? ജിൻസി, നിഷി, ദിവ്യ, ഷെറിൻ, സയൻസ് ആൻഡൊക്കെ ആണേ. രണ്ടാമത്തെ ആണവ പരീക്ഷണത്തിൽ APJ അബ്ദുൽ കലാമിന് കൊടുത്തിരുന്ന രഹസ്യ പേരെന്തായിരുന്നു? ഇല്ല, ഒരു രക്ഷയില്ല. ഒരാളുടെ ആൻസറേ ഉള്ളൂ. ഓൾറെഡി നിങ്ങൾ എക്കണോമിക്സിൽ പഞ്ചവത്സര പദ്ധതി പഠിക്കുമ്പോൾ പഠിക്കാം. അതല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്കിന്റെ ഒരു കോർ ഏരിയ ആണ് ന്യൂക്ലിയർ റിസർച്ച്. അവിടെ പഠിക്കേണ്ട പോയിന്റാണ്, അല്ലെങ്കിൽ അറിയാത്തവർ എഴുതി മാറ്റിക്കോളൂ. രണ്ടാമത്തെ ആണവ പരീക്ഷണ വേളയിൽ APJ അബ്ദുൽ കലാമിന്റെ രഹസ്യ പേര് മേജർ ജനറൽ പൃഥ്വിരാജ്. മേജർ ജനറൽ പൃഥ്വിരാജ്. പഠിക്കൂ, മേജർ ജനറൽ പൃഥ്വിരാജ്. രണ്ടാമത്തെ ആണവ പരീക്ഷണ വേളയിൽ APJ അബ്ദുൽ കലാമിന്റെ രഹസ്യ പേര് മേജർ ജനറൽ പൃഥ്വിരാജ്. ക്ലിയർ അല്ലേ? മേജർ ജനറൽ പൃഥ്വിരാജ്. എഴുതിയായിരുന്നു? ശ്രീരാജ് ഓക്കെ, പാർവതി ഓക്കെ, വിഷ്ണുപ്രിയ ഓക്കെ. കേട്ടിട്ടുണ്ടല്ലോ ആ പോയിന്റ്? നമ്മളെ സയൻസ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് എല്ലാം കയറി വരാം കേട്ടോ, പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെന്റുമായി ചേർത്തിട്ട്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ റിസർച്ചാണ്. അവിടെ ന്യൂക്ലിയർ റിസർച്ചുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെരിമെന്റും കയറി വരാം. അതിലൊന്നാണ് ഇത്, ഈ നിങ്ങൾ പറഞ്ഞ ഓപ്പറേഷൻ ശക്തിയും കാര്യങ്ങളൊക്കെ അതിലൊന്നാണ്. അതുപോലെ ആണവ പരീക്ഷണങ്ങളൊക്കെ അതിന്റെ പാർട്ടാണ് കേട്ടോ. മേജർ ജനറൽ പൃഥ്വിരാജ്. ഓക്കെ അല്ലേ? മുന്നോട്ട് പോയിക്കോട്ടെ. ശരി, നമ്മൾ ആ പോയിന്റൊക്കെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം. മുന്നോട്ട് പോകുന്ന സമയത്ത് പരിശോധിക്കാം. അടുത്തത് രാജ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി, ക്യാപിറ്റൽ RRCAT. ക്യാപിറ്റൽ RRCAT ആണ്. രാജ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി രൂപീകരിച്ച വർഷം 1984. ഒന്ന്. രണ്ടാമത്തെ പോയിന്റ്, ലൊക്കേഷൻ എവിടാണ്? മധ്യപ്രദേശിലെ ഇൻഡോർ. ശ്രദ്ധിക്കണേ, മധ്യപ്രദേശിലെ ഇൻഡോറിൽ 1984 രൂപീകരിച്ച സെന്ററാണ് ആര്? രാജ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി. അപ്പോൾ ഒരു ചോദ്യം വരാം, ഹു വാസ് രാജ രാമണ്ണ? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേ. സയൻസുമായി കണക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. രാജ രാമണ്ണ ആരാണെന്ന് ചാറ്റ് ബോക്സ് നോക്കട്ടെ. രാജ രാമണ്ണ ആരാ? ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്. നോക്കാം. അണുബോംബ്. അടുത്ത പോയിന്റ് നിഷി. ഓക്കെ, അടുത്ത പോയിന്റ് ജിൻസി. ആ പോയിന്റ് ഒന്ന് കറക്റ്റ് ചെയ്തേക്കണേ, കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്ത് കറക്റ്റ് ചെയ്യും. ഫസ്റ്റ് ആണവ പരീക്ഷണം. കുഴപ്പമില്ല ശ്രീരാജ്. അടുത്ത പോയിന്റ്, ആദ്യ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് പറയാം, എന്നാലും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ശ്രീരാജെ. ജിൻസി ആ പോയിന്റ് എക്സ്പാൻഡ് ചെയ്യുക. ബാക്കിയുള്ള ഒരു ബോർഡിലേക്ക് നോക്കി. ഇതിൽ രാജ രാമണ്ണ, ഡോക്ടർ രാജ രാമണ്ണ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ഡോക്ടർ രാജ രാമണ്ണ എന്ന് പറയുമ്പോഴ ഫാദർ ഓഫ് ഇന്ത്യയിലെ ആറ്റം ബോംബിന്റെ പിതാവ് അല്ലേ? ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവാണ് കേട്ടോ. ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ ഇന്ത്യ, ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവാണ് ഡോക്ടർ രാജ രാമണ്ണ. ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ ഇന്ത്യ, ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവല്ലേ? ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. തിരിയരുത്, ഹോമി ജെ ബാബയും രാജ രാമണ്ണയും കൂടെ തിരിയരുത്. ഹോമി ജെ ബാബ ആരാണ്? ഫാദർ ഓഫ് രണ്ട് കൺസെപ്റ്റ് കേട്ടോ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവാണ് ആര്? ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവാണ് ഏത് ഹോമി ജെ ബാബ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവ് ആരാ? രാജ രാമണ്ണ. പഠിക്കുവോ? കുഴപ്പമില്ലേ? വീണ്ടും അടുത്ത ഓക്കെയാണ്. അതല്ല ഓക്കെ. വന്ദന പോയിന്റ് ഓക്കെയാണ്, ഞാൻ പറയാം. പോയിന്റ് അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ, ഒറ്റ സെക്കൻഡേ പോലെ നിൽക്കൂ. ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ്. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും.
ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ്. ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ്. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യും. ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ്, ആറ്റം ബോംബിന് ലോകത്തിലെ പിതാവ്. ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ് എങ്കിൽ ആറ്റം ബോംബിന് ലോകത്തിലെ പിതാവാരാ? ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ്, ആറ്റം ബോംബ് ലോകത്തിലെ പിതാവാരാ? ഒരു ആൻസറേ വന്നിട്ടുള്ളൂ. ശ്രീരാജ് ഓക്കെ, ഭവി ഓക്കെ. റോബർട്ട് ഓപ്പൺഹൈമർ. കഴിഞ്ഞില്ലേ? അവിടെ ഒരു 5 പോയിന്റ് ഒരുമിച്ച് പറയാൻ കഴിയും. ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ് റോബർട്ട് ഓപ്പൺഹൈമർ. ക്ലിയർ ആണ്. വീണ്ടും അടുത്ത ചോദ്യം, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ്. ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ് കറക്റ്റ്. ന്യൂക്ലിയർ ഫിഷൻ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ഫിഷൻ. കുഴപ്പമില്ല, എല്ലാവരും ഓക്കെ. കഴിഞ്ഞില്ലേ? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ് ന്യൂക്ലിയർ ഫിഷൻ. കഴിഞ്ഞില്ലേ? ഒറ്റ പോയിന്റും കൂടെ നോക്കൂ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫിഷന്റെ പിതാവ്. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫിഷന്റെ പിതാവ്. വന്നേ ആൻസർ ഇട്ടെ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ആൻസർ വരുന്നില്ല. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫിഷന്റെ പിതാവ്. ന്യൂക്ലിയർ ഫിഷന്റെ പിതാവ്. ഇവിടം വരെ ഓക്കെയാണ്. ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ ഇന്ത്യ, ആറ്റം ബോംബ് ഇന്ത്യയിലെ പിതാവാരാം? രാജാറാമണ്ണ. ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ്, ആറ്റം ബോംബിന്റെ വേൾഡിലെ പിതാവാരാം? റോബർട്ട് ഓപ്പൺഹൈമർ. വീണ്ടും അടുത്ത പോയിന്റ് വന്നേ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. കാരണം വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ് എന്താ? ന്യൂക്ലിയർ ഫിഷൻ. ഫാദർ ഓഫ് ഫിഷനെ പറയുന്നില്ല. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേ. ഫാദർ ഓഫ് ഫിഷൻ ഇല്ല. ഞാൻ എഴുതട്ടെ. 2 പേര് കേട്ടോ. 2 പേരാണ്. ഒന്നാരാ? ഓട്ടോഹാൻ. ഒന്നാരാ? ഓട്ടോഹാൻ ആണ്. രണ്ടാരാ? ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. FRITZSTRASSMAN. എഴുതി മാറ്റിയായിരുന്നു. 2 പേരുണ്ടേ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. എഴുതി മാറ്റുവോ? എല്ലാവരും എഴുതി മാറ്റിയേ. ആരും ആൻസർ പറഞ്ഞിട്ടില്ല. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫിഷന്റെ പിതാവാരാ? ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. സ്പെല്ലിംഗ് കിട്ടിയോ? ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. STRASSMAN. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫിഷന്റെ പിതാവാരാ? ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. എഴുതിയിട്ട് ചാറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. എഴുതി മാറ്റിയതിനു ശേഷം ചാറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് ചോദിക്കട്ടെ. അടുത്ത പോയിന്റ് പറയട്ടെ. ഫിഷൻ ഡിസ്കവേർഡ് നെയിം എന്താ? സെക്കൻഡ് നെയിമോ? പാർവതി സെക്കൻഡ് നെയിം ഫ്രിറ്റ്സ്. ഫ്രിറ്റ്സ് FRITZ കേട്ടോ. FRITZ. പാർവതി കിട്ടിയോ? FRITZ. ബോർഡ് കാണുന്നില്ലേ? സ്ട്രോസ്മാൻ. STRASSMAN. ബോർഡ് കാണുന്നുണ്ടോ എല്ലാവർക്കും? ഫ്രിറ്റ്സ്. ശ്രീരാജ് ഓക്കെ. ശ്രീരാജ് ടൈപ്പ് ചെയ്തിട്ടുണ്ടേ. പാർവതി ചെക്ക് ചെയ്യൂ. സ്ട്രോസ്മാൻ. ക്ലിയർ. ഓക്കെ. തിരിച്ചു വന്നേ. ഒരു ഒറ്റ ചോദ്യം ഉണ്ട് ഇവിടെ നിന്ന്. ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം. അതുകൂടെ പറയുമ്പോൾ ആ സെഷൻ അവിടെ കഴിയും. ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യേ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം. ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം ഉണ്ടോ? ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം ഉണ്ടോ? ഇല്ല. ഒരു ക്ലൂ തരാം. പിന്നെ നമ്മളെ ഫിഷൻ കണ്ടുപിടിക്കുന്നത് ശരിക്കും സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുമ്പോഴാണ്. ഇനി പറഞ്ഞേ. 44 അല്ല. അന്നത്തെ 44 അല്ല. അടുത്ത ആൻസർ പറയട്ടെ. സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും. സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും. വന്നേ. നിഷി 45 വേൾഡ് വാർ എൻഡ് ആണ്. ആതിര 39 സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ജിൻസി 38 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 39 ആണ്. 1939 മുതൽ 945 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ കേട്ടോ. 39 to 45 ആണ്. സോ അവർ ആൻസർ ഈസ് 39. നമ്മുടെ ആൻസർ 39 ആണ് കേട്ടോ. സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തത് 39-ലാണ്. സെക്കൻഡ് വേൾഡ് വാർ 39 ആണ്. 39 മുതൽ 45 വരെയാണ് സെക്കൻഡ് വേൾഡ് വാർ. സോ 39 ഈസ് അവർ ആൻസർ. അപ്പോൾ അവിടെ അത്രയും പോയിന്റ് അഡീഷണൽ ആയിട്ട് കിട്ടിക്കോണം. നമ്മൾ പറഞ്ഞ് ആരംഭിച്ചു ശരിക്കും എവിടെയായിരുന്നു? രാജ രാമണ്ണ സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരുന്നു. അത് രൂപീകരിച്ച വർഷം ഏതാ? 984-ലായിരുന്നു. ലൊക്കേഷൻ മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. ദെൻ ഹൂ ഈസ് രാജ രാമണ്ണ എന്ന് ചോദിച്ചാൽ ഹി വാസ് ദി ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവാണ് ആര്? രാജാറാമണ്ണ. അപ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് കണക്ട് ചെയ്തൊരു 4-5 ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് ആറ്റം ബോംബ് ഇൻ വേൾഡ്, ആറ്റം ബോംബിന്റെ ലോകത്തിലെ പിതാവാരാ? റോബർട്ട് ഓപ്പൺഹൈമർ. അതുപോലെ തന്നെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ് എന്താ? ന്യൂക്ലിയർ ഫിഷൻ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ് ഏതാ? ന്യൂക്ലിയർ ഫിഷൻ. ശരിയല്ലേ? വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ് എന്താ? ന്യൂക്ലിയർ ഫിഷൻ. അങ്ങനെയാണെങ്കിൽ ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ ആരാണ്? ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ശരിയല്ലേ? ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. എങ്കിലുണ്ട് ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം ഏതാ? 939. ഫിഷൻ ഡിസ്കവേർഡ് ഇയർ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം ഏതാ? 939. അവിടം വരെ ക്ലിയർ അല്ലേ?
ചാറ്റ് ബോക്സിലേക്ക് നോക്കിയിട്ട് അത്രയും അഡീഷണൽ പോയിന്റ് മാറ്റിക്കോണേ. അത്രയും അഡീഷണൽ പോയിന്റ് മാറ്റിക്കോണം. ക്ലിയർ? ക്ലിയർ അല്ലേ? അടുത്തൂടെ പറഞ്ഞോട്ടെ. ഒരു ചെറിയൊരു ഓർഗനൈസേഷനോട് പറയുകയാണ്, നോക്കിക്കോണേ. ന്യൂക്ലിയർ റിസർച്ചുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, വെസ്റ്റ് ബംഗാളിൽ കുറച്ച് മാത്രമേ ഓർഗനൈസേഷൻസ് ഉള്ളൂ. അപ്പോൾ അതിൽ അടുത്ത കൊൽക്കത്തയിൽ 977 എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അത്യാവശ്യം പൊളിറ്റിക്കലി കുറേ ഇഷ്യൂസ് നടക്കുന്ന സമയമാണ്, അറിയാമല്ലോ. അപ്പോൾ ഇനി 977 ഒരു വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ, മനസ്സിലാക്കണേ, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്തയാണ്. 977 ഓപ്പൺ ചെയ്തു ഫോർ എ ന്യൂക്ലിയർ സയൻസ് റിസർച്ച്. ഈ ന്യൂക്ലിയർ സയൻസ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഈ സൈക്ലോട്രോൺ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ വലിയ വലിയ മെഷീനുകളില്ലേ, ന്യൂക്ലിയർ എനർജിയുമായി പ്രവർത്തിക്കുന്ന വലിയ വലിയ മെഷീനുകളുണ്ട്. ഈ മെഷീനുകളിൽ ശരിക്കും ഈ പാർട്ടിക്കിൾസിന്റെ സ്പീഡ്, ഒരുപാട് ഡെപ്തിലേക്ക് അത് പോകുന്നില്ല, കാരണം ഈ മെഷീൻ, നമ്മൾ ഈ ന്യൂക്ലിയർ റിസർച്ച് നടക്കുന്ന സമയത്ത് ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ന്യൂക്ലിയർ പാർട്ടിക്കിൾസിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റൽ സെഷനാണ് സൈക്ലോട്രോൺ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയർ സയൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനാണ് ന്യൂക്ലിയർ എനർജി മിഷൻസ്. ആ ന്യൂക്ലിയർ എനർജി മിഷൻസിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സെഷനാണ് ഇത് സൈക്ലോട്രോൺ. ഈ സൈക്ലോട്രോണിന്റെ റിസർച്ചുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്പീഡ് കൂടിയതും സ്പീഡ് കുറഞ്ഞതും, അങ്ങനെ സൈക്ലോട്രോൺ റിസർച്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൊൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത്, വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ. ക്ലിയർ? അപ്പം വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ എന്ന് പറയുമ്പോൾ 977 ഓപ്പൺ ചെയ്യുന്നു. കൊൽക്കത്തയിലാണ് ആസ്ഥാനം ഫോർ ന്യൂക്ലിയർ സയൻസ് റിസർച്ച്. കാരണം ഇന്ദിരാഗാന്ധിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ ഒന്നെന്തായിരുന്നു? ഈ ന്യൂക്ലിയർ എനർജി വെപ്പൺസുകളെ സെറ്റ് ചെയ്യുക, ന്യൂക്ലിയർ എനർജി വെപ്പൺസുകളെ പ്രോപ്പറായി സെറ്റ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട് ന്യൂക്ലിയർ എനർജികൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ആദ്യ, ശരിയല്ലേ, 974 ഇന്ത്യയിലെ ആദ്യ ന്യൂക്ലിയർ പരീക്ഷണം നടക്കുന്നത്. ബുദ്ധൻ ചിരിക്കുന്നു, രാജസ്ഥാനിലെ പൊക്രാൻ ഫസ്റ്റ്, ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണം. അത് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു. നോക്കൂ, അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. കാരണം ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ പ്രോജക്റ്റ് ലീഡർ ആരായിരുന്നു? നമ്മൾ നേരത്തെ പറയാൻ മിസ്സായി പോയിന്റാണ്. ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ ലീഡർ ആരായിരുന്നു? ഹോമി ജെ ബാബ. നേരത്തെ ആരോ ആൻസർ പറഞ്ഞിരുന്നു അല്ലെ, കമന്റ് ബോക്സിൽ നേരത്തെ പറഞ്ഞിരുന്നു. ഇന്ത്യയിലെ ശ്രീരാഘു പറഞ്ഞിരുന്നു അല്ലെ, ഇന്ത്യയിലെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ പ്രൊജക്ട് ലീഡർ ഡോക്ടർ ഹോമി ജെ ബാബ. നേരത്തെ ഇവിടെ വെച്ച് ശ്രീരാഘു പറഞ്ഞിരുന്നു അല്ലെ പോയിന്റ്. നമ്മുടെ ഇവിടെ വെച്ചിട്ട് ബാർക്കുമായി കണക്ട് ചെയ്ത് നമ്മൾ ആ പോയിന്റ് പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ അല്ലേ? അപ്പൊ നോക്കൂ, എന്താ പറഞ്ഞത് നമ്മൾ? വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ ആണ് 977 കൊൽക്കത്ത ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിൽ ഓപ്പൺ ചെയ്യുന്നു ഫോർ ന്യൂക്ലിയർ സയൻസ് റിസർച്ച്. സൈക്ലോട്രോൺ ഇസ് എ മിഷൻ ഫോർ ആക്സിലറേറ്റിംഗ് സ്പീഡ് ഓഫ് ആൻ പാർട്ടിക്കിൾ. ന്യൂക്ലിയർ പാർട്ടിക്കിളിന്റെ സ്പീഡ് ആക്സിലറേറ്റ് ചെയ്യുക, അത് കൂട്ടാനും കുറയ്ക്കാനുമായി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റൽ സെഷനാണ് ഇത് സൈക്ലോട്രോൺ. അതിന്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനാണ് ആരും? കൊൽക്കത്തയിലെ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ സെന്റർ. 977 കൊൽക്കത്ത ഫോർ ന്യൂക്ലിയർ സയൻസ് റിസർച്ച്. ക്ലിയർ? പൊക്രാൻ ഫസ്റ്റ് ആണ് പാർവതി. പൊക്രാൻ ഫസ്റ്റും ഉണ്ട്, പൊക്രാൻ സെക്കൻഡും ഉണ്ട്. ഇന്ത്യക്ക് ഒരേ ഒരു ലൊക്കേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ആണവ പരീക്ഷണം നടത്താൻ ഇന്ത്യക്ക് ഒരേ ഒരു ലൊക്കേഷൻ ഉള്ളൂ, രാജസ്ഥാനിലെ പൊക്രാനിലാണ്. ഇതേവരെ നമ്മുടെ അറിവിൽ 2 എണ്ണം മാത്രമേ നടന്നിട്ടുള്ളൂ. അതായത് ഇന്ത്യ പുറത്തു വിട്ടേക്കുന്ന 2 പരീക്ഷണത്തിന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ 4മത്തെയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് വരുമോ? ക്ലോസ് ചെയ്യാം നമുക്ക്. അവിടം വരെ ഓക്കെ ആണോ? അവിടം വരെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടേ. അവിടം വരെയുള്ള പോയിന്റ് ഓക്കെ ആണോ? ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ഞാൻ പറഞ്ഞതെല്ലാം ക്ലിയർ ആണോ? പ്രസ്താവന ചോദ്യങ്ങൾക്കാണ് കൂടുതൽ പോസിബിലിറ്റി, അത് പ്രതീക്ഷിച്ച് മാത്രമേ പോകാവൂ. 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് പോകരുത് ഡിഗ്രിക്ക്. പ്രസ്താവന മാത്രം പ്രതീക്ഷിച്ച് പോകാവൂ. ഈ 1 വേർഡ് പോയിന്റുകൾ മിക്സ് ചെയ്തിട്ടാണ് പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുക. ഇനി പ്രസ്താവന ചോദ്യം വരുമ്പോൾ കറണ്ട് അഫെയറും വരാം, ഫാക്റ്റും വരാം. ഈ ഫാക്റ്റുമായിട്ട് കറണ്ട് അഫെയർ മിക്സ് ചെയ്യാം. അതാണ് പൊതുവെ കാണുന്ന ട്രെൻഡ്. ഓക്കെ ആണോ? വേറെ എന്തെങ്കിലും? എല്ലാ പോയിന്റും ക്ലിയർ അല്ലേ? ബാക്കി വരും ദിവസങ്ങളിൽ എടുക്കാം. സിലബസിൻ്റെ ഒരു കോപ്പി എപ്പോഴും കയ്യിലുണ്ടാവണേ.
സിലബസിൻ്റെ ഒരു കോപ്പി എപ്പോഴും കയ്യിലുണ്ടാവണം. നമ്മൾ ഓരോ ടോപ്പിക്കും തീരുന്നതനുസരിച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കണേ. ഇത് മൊഡ്യൂൾ 1 പരിശോധിക്കാം. മൊഡ്യൂൾ 1ൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കിടപ്പുണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഓരോ ടോപ്പിക്കും ഇത് തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓരോ ടോപ്പിക്കും തീരുന്നതനുസരിച്ച് മാർക്ക് ചെയ്ത് വിട്ടേക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും നോക്കിക്കൊണ്ടോ. ഓക്കെ, താങ്ക് യു.